ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിക്ക് ആവശ്യമായിട്ടുള്ള പണമെല്ലാം ലഭിച്ചു. ഇനി ആ പണം കടയിൽ കൊണ്ടുപോയിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഓട്ടോ വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രേവതി പറഞ്ഞിരിക്കുന്നത്. രേവതിയുടെ വണ്ടിക്ക് എന്തോ ഒരു ചെറിയ കുഴപ്പമുള്ളത് കൊണ്ട് തന്നെ ഓട്ടോയിലാണ് താൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. അത് മാത്രമല്ല, പണം എന്തായാലും കിട്ടിയല്ലോ, ഈ ഓർഡർ ഇനി താൻ തന്നെ ചെയ്യും എന്ന് സച്ചിയുടെ അടുത്ത് നമ്മുടെ രേവതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗത്തോട് കൂടിയിട്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി വിശേഷങ്ങൾക്ക് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. മുറിയിൽ നിൽക്കുന്ന സച്ചിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം അച്ഛന്റെ അടുത്ത് കാര്യങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് സച്ചി തന്നെയാണ് കേട്ടോ പോയിട്ട് പറയുന്നത്. അച്ഛ, രേവതിക്ക് ആവശ്യമായിട്ടുള്ള 5 ലക്ഷം രൂപ കിട്ടിയെന്ന് പറയുവാണേ. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ചന്ദ്രമതിയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പണം കിട്ടി എന്നുള്ള കാര്യം അറിയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ രവിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, എനിക്കറിയാം മോളെ, നിനക്ക് ഈ പണം കിട്ടും എന്നുള്ള കാര്യം. കാരണം നീ എല്ലാവർക്കും നല്ലത് മാത്രം ചിന്തിക്കുന്നവളാണ്. അതുകൊണ്ട് നിനക്ക് മോളെ എപ്പോഴും നല്ലത് മാത്രമേ വരുള്ളൂ. അത് മാത്രമല്ല, സച്ചിയാണെങ്കിൽ ചന്ദ്ര അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കൊണ്ട് പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന്. ഇനി രേവതി, നീയുണ്ടല്ലോ, ഈ വർക്കും കൂടി കംപ്ലീറ്റ് ആവണം. അപ്പോ ചിലരുടെ മുഖമൊക്കെ എവിടെ ഇരിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇവരുടെ സംസാരത്തിന്റെ ഇടയിൽ തന്നെ ഓട്ടോ വരുന്നുണ്ട്. ദാ സച്ചേട്ട ഓട്ടോ വന്ന്, അച്ഛാ ഞാൻ പോയിട്ട് വരാം, സച്ചേട്ട ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഓട്ടോയിൽ കയറിയിട്ട് പോവാണ്. രേവതി ഓട്ടോയിൽ കയറി പോകുന്ന സമയത്ത് സച്ചി വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അതിന്റെ പുറകെ തന്നെ നമ്മുടെ സച്ചിയും അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ചന്ദ്രമതിയാണെങ്കിൽ നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയും ആരും അറിയാതെ ഹേമയെ ഫോണിൽ വിളിക്കുകയും ചെയ്യാണ്. ഫോൺ എടുത്ത ഉടനെ തന്നെ ഹേമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടോ ചന്ദ്ര, ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ പൂക്കടയിൽ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? അതെ പറഞ്ഞിരുന്നു ചന്ദ്രമതി. ആ പണം രേവതിയെ കൊണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചന്ദ്രമതി തന്നെ പറഞ്ഞിരുന്നല്ലോ. എന്നാ ഹേമ, ഇപ്പൊ അങ്ങനെയല്ല കാര്യങ്ങള്, അവള് പണം അറേഞ്ച് ചെയ്തു. നിങ്ങൾ എന്താ ചന്ദ്രമതി ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോ, അതെ ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്. ഇപ്പോ അവള് ഓട്ടോയില് ഇവിടുന്ന് പണവുമായിട്ട് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ചന്ദ്രമതി അവളെ അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുവദിച്ചത് എന്നുള്ള കാര്യം ഹേമ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താണ് അവളെ ചെയ്യേണ്ടത്? എനിക്ക് അവളെ ഇവിടെ പൂട്ടിയിടാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, രവിയേട്ടനാണെങ്കിൽ ഇവിടെയുണ്ട്, അതുകൊണ്ട് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ശരി ശരി, അങ്ങനെയാണെങ്കിൽ അവൾ എത്ര നേരമായി അവിടുന്ന് പോന്നിട്ടെന്ന് ചന്ദ്രന്റെ അടുത്ത് ഹേമ ചോദിക്കുന്നുണ്ട്. ദാ ഇപ്പൊ എങ്ങ ഇറങ്ങിയതേ ഉള്ളൂ. അവള് അവളുടെ വണ്ടിയിലല്ല കേട്ടോ വരുന്നത്, ഓട്ടോ എടുത്തിട്ടാണ് ഇവിടുന്ന് പോന്നിരിക്കുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഫോൺ വെക്കാനോട്ട് ചെയ്യുന്നത്. എന്തായാലും ആ പണം കൊണ്ടുപോയിട്ട് പൂക്കടയിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രേവതിക്ക് ആ ഓർഡർ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഹേമയുടെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പണം അവിടെ എത്തരുത്, അതിന് മുമ്പായിട്ട് തന്നെ രേവതിയുടെ കയ്യിൽ നിന്നും ആ പണം തട്ടിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് തന്റെ കൂടെയുള്ള ആൾക്കാരെ ഏർപ്പാടാക്കാനായിട്ട് ചെയ്യുന്നത്. രേവതി ഒരു ഓട്ടോ പിടിച്ചിട്ട് അവിടുന്ന് പൂക്കളൊക്കെ വാങ്ങിക്കുന്ന മാർക്കറ്റിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു നേരമായിട്ടുള്ളൂ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, അതും ഓട്ടോയിലാണ് വരുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അവളെ ഫോളോ ചെയ്യുകയും അവളുടെ കയ്യിൽ ഒരു കവറിനകത്ത് പണമുണ്ട്, ആ പണം അടിച്ചോണ്ട് പോരുകയും വേണം. ഹേമ പറഞ്ഞതിനൊക്കെ തലയാട്ടിക്കൊണ്ട് അവിടുന്ന് 2 ഗുണ്ടകള് വണ്ടിയില് പോരുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവർ കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോഴേക്കും നമ്മുടെ രേവതി ഓട്ടോയിൽ വരുന്നതൊക്കെ അവർ കാണുന്നുണ്ട് കേട്ടോ. ഓട്ടോയിൽ പോകുന്ന രേവതിയെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. പക്ഷെ നമ്മുടെ രേവതിയിൽ പോകുന്ന ആ ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എത്തുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് വണ്ടി പെട്ടെന്ന് ഓഫായി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ രേവതിയുടെ അടുത്ത് ഉള്ളിൽ തന്നെ ഇരുന്നോളൂ, ഇപ്പൊ റെഡിയാവുന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ചേട്ടാ, ഇവിടെ അടുത്തല്ലേ മാർക്കറ്റ്, ഞാൻ നടന്നിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് രേവതി അദ്ദേഹത്തിന് കാശൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. ഇതെല്ലാം ഈ ഹേമ പറഞ്ഞയച്ചിരിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ട്. ഓട്ടോ നിറങ്ങിയ രേവതിയാണെന്നുണ്ടെങ്കിൽ പൂവിന്റെ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ചേച്ചിമാരെടുത്തും അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അവരെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് രേവതിയുടെ ഓട്ടോ പെട്ടെന്ന് ഓഫായി പോയി വന്നോണ്ടിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നടന്നു വരുവാണെന്നുള്ള കാര്യം ചേച്ചിമാരെടുത്ത് പറയുവാണേ. അവരും എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ശരി, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വെക്കുന്നുണ്ട്. കാരണം അവിടുന്ന് വേണം അവർക്ക് കൺവെൻഷൻ സെന്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് കേട്ടോ ഫോൺ വെക്കുന്നത്. അതിനുശേഷം നമ്മുടെ രേവതി ഇങ്ങനെ നടന്നിങ്ങനെ പോവാണ്. ഇതെല്ലാം ഹേമ പറഞ്ഞുവിട്ട ആ 2 ആൾക്കാര് നോക്കി നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ചു ദൂരം നടന്നെത്തുമ്പോഴേക്കും ആ വണ്ടിയിൽ വന്ന 2 പേരും കൂടി ചേർന്ന് രേവതിക്ക് അരികിലേക്ക് എത്തുകയും പുറകിലിരിക്കുന്ന ആള് രേവതിയുടെ കയ്യിൽ നിന്നും ആ ബാഗ് തട്ടിപ്പറിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും രേവതിയുടെ കയ്യിൽ നിന്ന് കിട്ടില്ല. രേവതി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അത് പിടിച്ച് വലിക്കാന്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്നും ആ കവർ എടുത്ത് വണ്ടിയിൽ കയറുമ്പോഴേക്കും അവനെ വീണ്ടും പിടിച്ച് താഴെ ഇടാൻ വേണ്ടി രേവതി നോക്കുവാണ്. പക്ഷെ രേവതിയെ തട്ടി അങ്ങ് തള്ളിയിടുവാണ് കേട്ടോ. അങ്ങനെ രേവതി പോയിട്ട് ഒരു കല്ലേൽ പോയി ഇടിച്ച് രേവതിയുടെ തലയ്ക്ക് ചെറിയ പരിക്കൊക്കെ പറ്റുന്നുണ്ട്.
അങ്ങനെ പണം പോയ വിഷമത്തില് അയ്യോ എന്റെ പണം പോയെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ചേച്ചിമാർ ഓൾറെഡി രേവതിയുടെ അരികിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നല്ലോ. അവര് ഓട്ടോയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് വഴിയരികെ നിൽക്കുന്ന രേവതിയെ കണ്ടിട്ട് ഓട്ടോ നിർത്തുകയും രേവതി എന്തായിരിക്കും ഇവിടെ നിന്ന് കരയുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ വേഗം അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അരികിലെത്തോട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, ചേച്ചി ഞാൻ മണ്ഡപ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കാൻ വേണ്ടി എടുത്തോണ്ട് വന്ന പണമാണ് അവന്മാർ അടിച്ചോണ്ട് പോയത്. ആരോ രണ്ടുപേര് വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. ഇത് കേട്ടിട്ട് അവര് തന്നെ ഷോക്കായി പോവുകയാണ്. വാ ചേച്ചി നമുക്ക് അവരെ പോയി പിടിക്കുക എന്ന് പറഞ്ഞ് രേവതി അവരുടെ പുറകെ പോകുന്നുണ്ടെങ്കിലും രേവതിയെ പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കാതെ അവിടെ പിടിച്ചു നിർത്തുവാണ്. കാരണം രേവതിയുടെ തലയിൽ നിന്ന് ബ്ലഡൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ പിറുപിടുത്തോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, ദേവു എനിക്ക് വേണ്ടിയിട്ട് പണം തന്നതാണ്, അവളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചു തന്നു, അവളുടെ സേവിങ്സ് എല്ലാം എടുത്തിട്ടാണ് എനിക്ക് പണം തന്നത്, ആ പണമാണല്ലോ അവർ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ചേച്ചിമാർ ഒരു വിധത്തില് അവർ വന്നിരിക്കുന്ന ആ ഓട്ടോ തന്നെ രേവതിയെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ട് ചെയ്യുന്നത്. അപ്പോഴും രേവതി ഭയങ്കര കരച്ചിലാണ്. രേവതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അതേ സമയത്ത് തന്നെ ഹേമയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സമയം ഒരുപാടായല്ലോ, അവന്മാരൊക്കെ പൈസയുമായിട്ട് വരുമോ ഇനി, അല്ലെങ്കിൽ എല്ലാ പ്ലാനും പൊളിയോന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇല്ല, അവരതുപോലെ തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഹേമയുടെ കൂടെയുള്ള ഒരുത്തൻ പറയുന്നുണ്ട്. ആ ഓർഡർ എന്റെ കൈവിട്ട് പോയാൽ എല്ലാത്തിനും ഞാൻ ഇല്ലാതാക്കി കളയുന്നൊക്കെ ഇങ്ങനെ ഭീഷണി സ്വരം മുഴക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഹേമ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആ മോഷ്ടിക്കാൻ വേണ്ടി പോയ രണ്ടെണ്ണം ഉണ്ടല്ലോ ആ പറ്റിങ്ങൾ എത്തുവാണേ. എന്നിട്ട് പണം രേവതിയുടെ കയ്യിൽ നിന്ന് എടുത്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ പണം ഹേമയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സച്ചിയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചേച്ചിമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ സച്ചിയും ഹോസ്പിറ്റലിലേക്ക് എത്തുവാണേ. രേവതി എന്ന് പറയുന്ന ഒരാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തില്ലേ എന്ന് റിസപ്ഷനിൽ ചോദിക്കുമ്പോഴേക്കും രേവതിയുടെ കൂടെയുള്ള ചേച്ചിയെ നമ്മുടെ സച്ചി കാണുന്നുണ്ട്. രേവതിയുടെ കൂടെ വന്ന ചേച്ചി സച്ചിയെ കാണുകയും സച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് രേവതിക്ക് എന്താ പറ്റിയെന്നുള്ള കാര്യം സച്ചി ഭയങ്കര ടെൻഷനോട് കൂടി ചോദിക്കുന്നുണ്ട്. രേവതി പൂക്കടയിൽ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവളുടെ കയ്യിൽ നിന്നും പണം ബൈക്കിൽ വന്ന ആൾക്കാർ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുവാണേ. അതിന്റെ പുറകെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ അവന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയി, അല്ലെങ്കിലും അങ്ങനെ വിട്ടുകളയാൻ വേണ്ടി പറ്റുമോ, 5 ലക്ഷം രൂപയല്ലേ. അങ്ങനെ പോകുന്ന സമയത്ത് അവന്മാർ രേവതിയെ തള്ളിയിട്ടു. അങ്ങനെയാണ് രേവതിയുടെ തലയ്ക്ക് മുറിവേറ്റ് എന്നുള്ള കാര്യം പറയുവാണ്. ഭാഗ്യത്തിന് ഞങ്ങൾ അതുവഴി പോയത് കൊണ്ട് രേവതിയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും നിന്നെ വിളിക്കുകയും ചെയ്തു. രേവതി ഇപ്പോ എവിടെയാന്ന് സച്ചി ചോദിക്കുമ്പോ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി സച്ചിയെയും കൂട്ടിയിട്ട് രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണ്. രേവതിയാണെങ്കിൽ സച്ചിയെ കണ്ട ഉടനെ തന്നെ ഭയങ്കര കരച്ചിലും ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുവാണേ. സച്ചിയുടെ പണം മൊത്തം പോയി എന്ന് പറയുമ്പോൾ സാരമില്ല രേവതി ഇരിക്കെ, നിനക്ക് ആക്സിഡന്റ് പറ്റി എന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ ഞാൻ അവിടുന്ന് കാർ എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ ജീവൻ നിലച്ചതുപോലെ എനിക്ക് തോന്നിയത്. ഇപ്പതാ നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. അപ്പോഴും രേവതിയാണെന്നുണ്ടെങ്കിൽ പണം പോയി സച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുവാണ്. ശരി നീ കരയല്ലേ, രേവതി എല്ലാം നോക്കിയും കണ്ടു വേണ്ടേ ചെയ്യാനെന്ന് ചോദിക്കുമ്പോ അല്ല സച്ചേട്ടാ, എന്റെ കയ്യിൽ നിന്ന് കള്ളന്മാര് പണം എടുത്തോണ്ട് പോയി. ആയിക്കോട്ടെ, പക്ഷെ നീ എന്തിനാണ് അവരുടെ പുറകെ പോവാൻ വേണ്ടി പോയത്, അതുകൊണ്ടല്ലേ നിനക്ക് പരിക്ക് പറ്റിയേ. ആ പണം മൊത്തം പോയ വിഷമത്തിൽ രേവതി കരഞ്ഞോണ്ടിരിക്കുമ്പോ രേവതി, പണമല്ലേ അത് നമുക്ക് വീണ്ടും സമ്പാദിക്കാം, നീ കരയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ ആശ്വസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുവാണേ. ഇങ്ങനെ പോയത് നല്ല ഭാഗ്യമാണ്. അതല്ല സച്ചിയേട്ടാ, ആ പണം ഉണ്ടല്ലോ ദേവു സമ്പാദിച്ചു വെച്ചതും പിന്നെ അവളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും മേടിച്ചതുമാണ്. ശരി പണമല്ലേ, അത് നമുക്ക് സമ്പാദിച്ചിട്ട് എങ്ങനെയെങ്കിലും തിരികെ കൊടുക്കാൻ രേവതി. എന്തായാലും ദേവുവിന്റെ ഫ്രണ്ടാണല്ലോ തന്നിരിക്കുന്നത്, അവളും കഷ്ടപ്പെടുന്ന കുടുംബത്തിലുള്ളത് തന്നെയായിരിക്കും. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പണം എടുത്തു വെച്ചതായിരിക്കും. വർക്ക് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കുമല്ലോ പണം തന്നിട്ടുണ്ടാവുക. എന്നിട്ട് ആ പണം ഞാൻ കൊണ്ടുപോയിട്ട് തൊലച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രേവതി കരഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ അവരെ കബളിപ്പിച്ചതുപോലെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതി കരഞ്ഞോണ്ടിരിക്കുന്നത്. എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ പണം നമുക്ക് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം, ഞാനില്ലേ രേവതി കൂടെ, പിന്നെന്താണ്. കള്ളന്മാരെ പിടിക്കാനുള്ളത് പേരും പറഞ്ഞിട്ട് നീ അവരുടെ പുറകെ പോയിട്ട് നിനക്ക് എന്തെങ്കിലും വലുതായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്തേനെ. ഇപ്പൊ തന്നെ എനിക്ക് എന്റെ പാതി ജീവൻ പോയതുപോലെയാണ് രേവതി തോന്നിയത്. എനിക്ക് മറ്റൊന്നും പ്രധാനമല്ല, നീയാണ് എനിക്ക് ഏറ്റവും വലുത്, അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് രേവതിയെ ചേർത്ത് പിടിച്ച് സച്ചിക്കും ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. അതിന്റെ ഇടയ്ക്ക് ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ. ഡോക്ടറെ കണ്ടോടനെ തന്നെ ഞാൻ ഹസ്ബൻഡാണ്, എന്താണ് പറ്റിയെന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, തലയ്ക്ക് ചെറിയൊരു മുറിവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അത് വീണതിന്റെ ഇതിൽ ഇങ്ങനെ പറ്റിയെന്നുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കൈയിന്റെയും ചെറിയ തൊലികളൊക്കെ പോയിട്ടുണ്ട്. അതൊരു 10 ദിവസമൊക്കെ ആകുമ്പോഴേക്കും മുറിവ് മൊത്തത്തിൽ ഉണങ്ങിക്കോളും. എന്തായാലും കൈ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ എന്നുള്ള കാര്യം കൂടി സച്ചിയുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് പോകുകയാണ്. സിസ്റ്റർ അങ്ങോട്ടേക്ക് വരികയും റിസപ്ഷനിൽ അടയ്ക്കാനുള്ള ബില്ലിന്റെ സ്ലിപ്പും കൊടുക്കുന്നുണ്ട്, അതുപോലെ മെഡിസിന്റെയും. അതൊക്കെ മേടിച്ചിട്ട് വരാം, നീ വെറുതെ പണം പോയതിന്റെ പേരിൽ വിഷമിച്ചിരിക്കല്ലേ.
അത് കുറച്ച് ദിവസം കൊണ്ട് എല്ലാം റെഡി ആയിക്കോളും, നീ ടെൻഷൻ ആവണ്ട, ഞാനില്ലേ നിന്റെ കൂടെ, നീ ടെൻഷൻ ആവാതെ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ട് സച്ചി മെഡിസിൻ എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും രേവതിയുടെ കരച്ചിൽ നിർത്തിയിട്ടില്ല കേട്ടോ. രേവതി കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. തുടർന്ന് രണ്ടുപേരും കൂടി വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. രേവതിയുടെ കയ്യിലും അതുപോലെ തന്നെ തലയിലൊക്കെ കെട്ടുണ്ട്. ഇത് കണ്ട രവിയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ടെൻഷനായിട്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ രേവതിയാണെങ്കിൽ ഒന്നുമില്ല അച്ഛ എന്ന് പറയുവാണ്. സച്ചി ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛ ഞാൻ പറയാന്ന്. അങ്ങനെ രേവതിയെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തുവാണ്. അപ്പോഴേക്ക് ശ്രീകാന്തും അതുപോലെ വർഷയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി വരുവാണ്. എന്താണ് രേവതി ചേച്ചി ഒന്നുമില്ല എന്ന് പറയുന്നത്? ഇത്രയും വലിയ കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ, കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ രേവതി ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. തുടർന്ന് രവിയാണെങ്കിൽ സച്ചിയുടെ അടുത്ത് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. രേവതിക്ക് ആക്സിഡന്റ് ആയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശരി, എന്തോ പറ്റിയെന്നുള്ള കാര്യം മനസ്സിലായി, അതിനെന്തിനാ ഇങ്ങനെ കരയുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. രേവതിയുടെ അടുത്താണെങ്കിൽ സച്ചി ഇങ്ങനെ, ഞാൻ ഓൾറെഡി രേവതി നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ കരയരുത് എന്നുള്ള കാര്യം, എന്നിട്ട് നീ വീണ്ടും കരഞ്ഞോണ്ടിരിക്കുവാണോ? എന്തിനാടാ കരയുന്നത്? അച്ഛ, അവള് കരയുന്നത് ആക്സിഡന്റ് പറ്റിയതുകൊണ്ടൊന്നുമല്ല, അവളുടെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ്. പണം നഷ്ടപ്പെട്ടു പോയിന്നോ? ആക്സിഡന്റ് പറ്റിയ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ രേവതി ആണെങ്കിൽ ബൈക്കിലായിരിക്കും പോയതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ രേവതി ഓട്ടോയിലാണ് പോയത്. ഓട്ടോ ഇറങ്ങി നടന്നു പോകുന്ന സമയത്ത് രേവതിയുടെ കയ്യിൽ നിന്നും 2 പേര് ബൈക്കിൽ വന്ന് പണം മോഷ്ടിച്ചോണ്ട് പോയി. ആ പണം അച്ഛ ദേവു അവളുടെ സമ്പാദ്യത്തിൽ നിന്നും അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചു തന്നതായിരുന്നു, അതാണ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവാണേ. പണം അവന്മാര് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിട്ട് രേവതി ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവന്മാര് രേവതിയെ തള്ളിയിട്ട സമയത്താണ് ഇങ്ങനെ പരുക്ക് പറ്റിയെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. പണാവുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടൊക്കെ കൊണ്ടുപോകണം. അവള് സാധാരണ നോർമലി പോകുന്നത് പോലെ പോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ കുത്തി നോവിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് ഹേമയുടെ പണിയാണെന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് നന്നായിട്ട് അറിയാട്ടോ. കാരണം ഒറ്റ കൊടുത്തത് ചന്ദ്രയാണല്ലോ. വലിയ പരിക്കൊന്നുമില്ല, വീണതിന്റെ ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ. അത് ക്ലീൻ ചെയ്തിട്ട് മരുന്ന് വെച്ച് കൊടുത്തു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ആ ഓർഡർ രേവതി ചേച്ചിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഓർഡർ പോയതിന് രേവതിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. പക്ഷേ ദേവു പണം അത്രയും അറേഞ്ച് ചെയ്ത് തന്നതാണല്ലോ, ആ ഒരു വിഷമം മാത്രമാണ് രേവതിക്ക് ഉള്ളത്. ഇപ്പോ ആ പണവും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന രേവതിയുടെ അടുത്ത്, അത് സാരമില്ല മോളെ, പണം നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ അറേഞ്ച് ചെയ്യാം. പക്ഷെ നീ എന്തിനാണ് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പുറകെ പോയത്? അങ്ങനെ പോയത് കൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ പറ്റിയത്? ഇതിനും കൂടുതലായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്യുക? രേവതിയുടെ അടുത്ത് കരയേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ പരുക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, കുറച്ചുനേരം റെസ്റ്റ് എടുത്തിട്ട് പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയെന്ന് ചന്ദ്ര രേവതിയുടെ അടുത്ത് പറയുവാണ്. കേട്ട ഉടനെ തന്നെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കേട്ടില്ല അച്ഛാ അവരുടെ വർത്താനം. എന്താ ആന്റി ഇത്? ഈ സമയത്തും ആന്റിക്ക് വേണ്ടിയിട്ട് രേവതി ചേച്ചി ഫുഡ് ഉണ്ടാക്കണോ? ആന്റിക്ക് ഇച്ചിരി പോലും മനുഷ്യത്വം ഇല്ലേ എന്നുള്ള കാര്യം നമ്മുടെ വർഷയും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രവിയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം അമ്മ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാം, അല്ലാതെ അമ്മ എന്തിനാ രേവതി ചേച്ചിയെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാൻ നോക്കുന്നത് എന്നുള്ള കാര്യം ശ്രീകാന്തും ചോദിക്കുവാണ്. അതിനുശേഷം നമ്മുടെ രേവതിക്കാണെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണമല്ലോ. ആ കാര്യത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ പണത്തിന് വേണ്ടിയിട്ട് ചന്ദ്രയുടെ സ്വർണം ഊരി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്റെ സ്വർണം ഊരി കൊടുക്കാനോ? അവൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പണം തൊലച്ചതിന് ഞാൻ എന്തിനാണ് എന്റെ സ്വർണം കൊടുക്കുന്നതെന്ന് ചന്ദ്ര. നീ ഇട്ട സ്വർണം അല്ല ഞാൻ ചോദിച്ചത്, അവിടെ ലോക്കറിനകത്ത് കുറച്ച് ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുവാണേ. അങ്ങനെ ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ചന്ദ്ര. അങ്ങനെ എന്റെ 30 ലക്ഷം രൂപ കാണാതായ സമയത്ത് ആരെങ്കിലും ഇങ്ങനെ പണം തരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നോ എന്ന് നമ്മുടെ സുധി അതിന്റെ ഇടയിൽ കയറി പറയുമ്പോ, അങ്ങനെ നിന്റെ 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതല്ലോ, നീ ഒരിടത്ത് പോയിട്ട് പറ്റിക്കപ്പെട്ടതല്ലേ, അത് നിന്റെ കഴിവുകേടാണ്, അല്ലാതെ ഇതും അതും ഒന്നല്ല എന്ന് സച്ചി. അതേസമയം ശ്രീകാന്തും പറയുന്നുണ്ട്, ചേച്ചി തിരിച്ചെടുത്തു തരും, ആത്മ തൽക്കാലത്തിന് വേണ്ടിയിട്ട് ആ സ്വർണ്ണം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നീ സംസാരിക്കരുത്. ഇത് നോക്കി രവിയേട്ടാ, ഞാൻ ഒരു കാരണവശാലും ആ സ്വർണം തരില്ല എന്ന് ചന്ദ്ര വാശി പിടിക്കുവാണ് കേട്ടോ. ഇത് നോക്കി ചന്ദ്രേ, ഓൾറെഡി നമ്മുടെ രേവതിയുടെ സ്വർണം നിന്റെ കയ്യിലുണ്ടായിരുന്നു, അതെന്താ സംഭവിച്ചെന്നുള്ള കാര്യം നിനക്ക് അറിയാലോ. അതുണ്ടായിരുന്നെങ്കിൽ ആ സ്വർണം ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാനേ. അതെന്താ സംഭവിച്ചെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. അമ്മയും അതാ ആ നിൽക്കുന്ന ഓടിപ്പോയനും കൂടി ചേർന്നിട്ട് വിറ്റ് കളയുകയും എന്നിട്ട് അത് കവറിംഗ് ആയിട്ട് മാറ്റി വെക്കുകയും ചെയ്തു. എടാ, അതിന് പണം തിരികെ തന്നില്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ, പണം തിരികെ തന്നു കഴിഞ്ഞാലും മോഷണം തന്നെയല്ലേ ചന്ദ്രേ, ഞാൻ പറയുന്നത് നീ കേൾക്ക്, പോയിട്ട് ആ സ്വർണ്ണം എടുത്ത് കൊടുക്കുകയെന്ന് രവി വീണ്ടും പറയുന്നുണ്ട്. ഞാനല്ലേ രവിയേട്ട നിങ്ങളെടുത്ത് പറഞ്ഞത് എന്നെ കൊണ്ട് തരാൻ വേണ്ടി പറ്റില്ല എന്ന്. ഇവള് വെറുതെ ആവശ്യമില്ലാതെ ആ ഹേമയെ പോയി വെല്ലുവിളിച്ച് ഇവളെ കൊണ്ട് പറ്റാത്ത കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടതല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി, മൊത്തം പോയില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുവാണേ. ഇതുകൊണ്ടാണ് പറയുന്നത് അവരവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ആഗ്രഹിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന്. അത്യാഗ്രഹം ആപത്ത് എന്നുള്ള കാര്യം പറയുന്നത് ഇതുകൊണ്ടാണെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയുവാണേ. പക്ഷെ ചന്ദ്രയുടെ വായിൽ നിന്നും ഒരു വാക്ക് വീണിട്ടുണ്ട്, അത് സച്ചി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവളുടെ അത്യാഗ്രഹം കൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രയും നേരം കരഞ്ഞോണ്ടിരിക്കുന്ന രേവതിയാണെന്നുണ്ടെങ്കിൽ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് എന്റെ അത്യാഗ്രഹം കൊണ്ടല്ല, എനിക്ക് വന്ന ഓർഡർ നന്നായിട്ട് രീതിയിൽ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ.
ചോദിച്ചുള്ളൂ. ഞാൻ അങ്ങനെ അത്യാഗ്രഹം പിടിച്ചവളൊന്നുമല്ല, അധ്വാനിച്ചിട്ട് ജീവിക്കുന്നവളാണ്. പണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ കടം മാത്രമേ മേടിക്കുള്ളൂ, അല്ലാതെ മറ്റുള്ളവരുടെ സ്വർണ്ണം എടുത്ത് വിറ്റിട്ട് അത് ഗോൾഡ് കവറിംഗ് ആക്കിയിട്ടൊന്നും വെക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അത് ചന്ദ്രയ്ക്കും അതുപോലെ സ്തുതിക്കിട്ട പണിയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് രേവതി, ഇത് നോക്ക്, ഓടിപ്പോയനെ നിന്നെയും കൂടി ചേർത്തിട്ടാ പറഞ്ഞത്. അത് മാത്രമല്ല കേട്ടോ രേവതി പറയുന്നത്, ഞാനങ്ങനെ ആരെയും പറഞ്ഞു പറ്റിക്കുകയോ ആരുടെയും പണം മോഷ്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ഞാനായിട്ട് തന്നെ ഇരിക്കാറുള്ളൂ. നീ എങ്ങനെ വേണമെങ്കിലും ഇരുന്നോ, എന്തായാലും എന്റെ സ്വർണ്ണം ഒന്നും ഞാന് നിനക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടി പോകുന്നില്ല. അല്ലെങ്കിലും ഇവള് പണം കൊണ്ടുപോയി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നഷ്ടപ്പെട്ടതാണോ ഇനി ഇവര് വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്താണെന്നൊക്കെ ആർക്കറിയാം. ഞാനതൊന്നും പോയി കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല, ഞാൻ സ്വർണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അതും നഷ്ടപ്പെട്ടു എന്നുള്ള കള്ളം പറയാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് ചന്ദ്ര ഇമ്മാതിരി വർത്താനാണോ നീ പറയാന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് രേവതിയാണെങ്കിൽ, അച്ഛാ അമ്മയുടെ സ്വർണം ഞങ്ങൾക്ക് വേണ്ട, ഇനി അമ്മ തന്നു കഴിഞ്ഞാലും ഞങ്ങൾ അതൊരിക്കലും സ്വീകരിക്കില്ല. അച്ഛൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ വേണ്ട എന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതായിരുന്നു. പക്ഷെ അച്ഛന്റെ കുറുകെ സംസാരിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. ഞങ്ങളുടെ പണം പോയത് ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യമാണ്, അത് എന്റെ വിഷമമാണ് അച്ഛാ. അതിന് വേണ്ടിയിട്ട് എന്തായാലും അമ്മയുടെ സ്വർണം വേണ്ട. അതുപോലെ തന്നെ സച്ചിയും പറയുന്നുണ്ട്, അതെ അച്ഛാ രേവതി പറഞ്ഞത് ശരി തന്നെയാണ്. അല്ലെങ്കിലും ഈ വീട്ടിൽ നിൽക്കുന്നവരും അമ്മ ഇങ്ങനെ നാഴിക്ക് ന്യൂസ് പേപ്പറിൽ വരുന്നത് പോലെ ഇത് എന്റെ വീടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അതുപോലത്തേന് അവരുടെ സ്വർണം കൂടി മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, കഴിക്കുന്ന ഭക്ഷണം പോലും മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോ പണം എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക എന്ന് രവി ചോദിക്കുമ്പോ, അച്ഛാ എന്തോരം കഷ്ടപ്പാടുകൾ ഞങ്ങൾ തീണ്ടിട്ടാണ് ഇവിടെ വന്നത്. രേവതി ഓരോ ഓർഡർ എടുക്കുന്ന സമയത്തും അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. അതേ അച്ഛാ, ഞങ്ങളുടെ കടം എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ വീട്ടിലിരിക്കും. അതിനു വേണ്ടിയിട്ട് അമ്മയുടെ സ്വർണം ഞങ്ങൾക്ക് വേണ്ട എന്ന് സ്വർണം തിരിച്ച് ചന്ദ്രയുടെ മുഖത്ത് എറിഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞിട്ടാണ് നമ്മുടെ രേവതി അവിടെ നിന്ന് പോകുന്നത്.